വെള്ളാരപ്പൂമരമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ. ഒരുപാട് കലാകാരന്മാരുള്ള നാടാണ് നമ്മുടെ ഇരിട്ടി. അതിൽ നമുക്ക് ആർക്കും തന്നെ ഒരു തർക്കവുമില്ല. ഇന്ന് പ്രൈം വിഷന്റെ കൂടെ നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത് കോളിക്കടവിന്റെ സ്വന്തം കലാകാരനായ ബിനീഷ് ചേട്ടനാണ്. ബിനീഷ് ചേട്ടന്റെ പാട്ടുകളിലൂടെ നമുക്കൊന്ന് പോയി വരാം. മൈനാകപ്പൊന്നുടിയിൽ പൊന്നുരുകി തൂവിപ്പോയി വിഷുക്കണിക്കൊന്ന പോലും താലിപ്പൊൻ പൂവണിഞ്ഞു തൂമഞ്ഞു പൊന്നുത്തായി പൂവെല്ലാം പൊൻപണമായി മൈനാകപ്പൊന്നുടിയിൽ പൊന്നുരുകി തൂവിപ്പോയി. ചേലത്താളത്തിൽ പൊന്നമ്പലമുണരുമ്പോൾ പാടാൻ മറന്നുറങ്ങും പൈങ്കിളിയും പാടിപ്പോയി. ചേലത്താളത്തിൽ പൊന്നമ്പലമുണരുമ്പോൾ പാടാൻ മറന്നുറങ്ങും പൈങ്കിളിയും പാടിപ്പോയി. പൂവേ പൊലി പാടുന്നു പൂവേ പൊലി പാടുന്നു. ബിനീഷ് ചേട്ടൻ ഈ പാട്ടിലേക്ക് എത്തിയത് എങ്ങനെയാണ്? പാട്ടിലേക്ക് എത്തിയത് ഞാൻ പണ്ട് പോലെ പാട്ട് നല്ലോണം കേൾക്കാറുണ്ട്. ചെറുപ്പം മുതലേ പാട്ട് കേട്ട് വളർന്നതാണ്. അപ്പോൾ പാട്ടിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമായിരുന്നോ? മത്സരങ്ങളിൽ കവിതാലാപന മത്സരത്തിൽ പങ്കെടുക്കാറുണ്ട്. സിനിമാ പാട്ട് മത്സരത്തിൽ പങ്കെടുത്തില്ല. യുവജനോത്സവത്തിൻ്റെ അതിൽ കലോത്സവങ്ങളിൽ അതിൻ്റെ അകത്ത് നിന്ന് സമ്മാനം കിട്ടിയിട്ടുണ്ട്, ഫസ്റ്റെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് ഇറങ്ങി പാടാൻ തുടങ്ങി എന്ന് പറയുന്നത് കേട്ടോ. എങ്ങനെയാണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ആദ്യം നമുക്ക് പാടുമ്പോൾ നല്ല രീതിയിലുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങിയിട്ട് പാടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു 3-4 വർഷമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങി പാടാൻ തുടങ്ങിയിട്ട്. വേദികൾ കിട്ടുന്നുണ്ടോ ബിനീഷ് ചേട്ടന്? ഇപ്പം കുറച്ചായിട്ട് നല്ല വേദികൾ കിട്ടുന്നുണ്ട്. ഉണ്ടല്ലേ? എങ്ങനെ ഈ കോളിക്കടവ് സ്വദേശി ആവുമ്പം ആ നാട്ടിലെ ആൾക്കാരുടെ സ്നേഹം എങ്ങനെയാണ്? സപ്പോർട്ടൊക്കെ ഉണ്ടോ? നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന നാട്ടുകാരാണ് എൻ്റെ കോളിക്കടവിലുള്ളത്. കോളിക്കടവ് മാത്രമല്ല ഈ സമീപ പ്രദേശങ്ങളെല്ലാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് അവസരങ്ങൾ തരുന്നുണ്ട്. അവരുടെ നാടുകളിൽ എന്തെങ്കിലും പരിപാടി വരുമ്പോൾ എല്ലാം വിളിക്കുന്നുണ്ട്. നാട്ടുകാരുടെ പ്രത്യേകിച്ച് നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട്. അതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നാട്ടുകാരല്ലെങ്കിലും അവരെല്ലാം നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട്. ഏതെങ്കിലും ട്രൂപ്പുകളിലൊക്കെ പോയിട്ട് പാടുന്നുണ്ടോ? ഇപ്പോൾ അടുത്തൊരു പയ്യന്നൂർ SS ഓർക്കസ്ട്ര എനിക്കൊരു അവസരം തന്നായിരുന്നു. നമ്മുടെ ഇരിട്ടിക്കാരനായ ബിജു കിഷ് എന്ന് പറഞ്ഞൊരു പാട്ടുകാരൻ, അതുപോലെ ചായം ശശിയായിരുന്നു. ഇവർ രണ്ടുപേരും തന്നെ ഈ ഒരു SS ഓർക്കസ്ട്ര ടീമിന് വേണ്ടി ആദ്യമായിട്ട് തന്നെ പാടിച്ചത് ചായം ശശിയാരനും ബിജു കിഷ് എന്ന് പറഞ്ഞ ചേട്ടനുമാണ് പാടിച്ചത് കുന്നോത്തമ്പലത്തിൽ വെച്ചിട്ട്. കോളിക്കടവിന്റെ ഒരു താരം തന്നെയാണ് നമ്മുടെ ബിനീഷ് ചേട്ടൻ. അപ്പോൾ ബിനീഷ് ചേട്ടന് ഇനിയും ഒരുപാട് വേദികൾ കൈയടക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ബിനീഷ് ചേട്ടൻ നമ്മുടെ ഇരിട്ടിയുടെ തന്നെ ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ്. ഈ ഒരു നമുക്ക് ബിനീഷ് ചേട്ടനെ കാണാൻ പറ്റിയതും അതുപോലെ ഈ ഒരു പാട്ടുകളൊക്കെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റിയതും ഒരുപാട് സന്തോഷമാണ് പ്രൈം വിഷന്. അന്തിക്കടപ്പുറത്തോരോലക്കൂടെ എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല പരുന്തല്ല തിരകളല്ല ചെമ്മാനം വാഴണ തുറയരയൻ അങ്ങേ കടലിൽ പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ ഹോയ്. അന്തിക്കടപ്പുറത്തോരോലക്കൂടെ എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല പരുന്തല്ല തിരകളല്ല ചെമ്മാനം വാഴണ തുറയരയൻ അങ്ങേ കടലിൽ പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ ഹോയ്. ക്യാമറാമാൻ ഗ്രിൻസ് ജോർജിനോടൊപ്പം രശ്മിത, പ്രൈം വിഷൻ ന്യൂസ്, ഇരിട്ടി.